guys, welcome back to Eduport. നമ്മുടെ എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആസ്വാദൻ ടിപ്പണി അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ഒരുപാട് കവിതകൾ പഠിക്കാനുണ്ട്. മെയിൻ ആയിട്ട് ഈ ഒരു ക്രിസ്മസ് പോർഷൻസിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ആസ്വാദൻ ടിപ്പണി വരുന്ന ചാപ്റ്റർ ഏതാണ്? യെസ്, സ്വപ്നെ കാ ബി ഹക്ക് നഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ അല്ലേ? യെസ്, എന്താണ് ഒരു ഗരീബി ആയിട്ടുള്ള ഒരു തൊഴിലാളിയുടെ അവസ്ഥയെക്കുറിച്ച് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നവും ദെൻ അവരുടെ സ്വപ്നത്തിൽ എന്താണ്, ആ സ്വപ്നത്തിൽ പോലും എന്താണ് ഭയാനകരമായിട്ടുള്ള കാര്യം കയറി വരികയാണ് അല്ലേ? യെസ്, അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ചാപ്റ്ററിന്റെ ആസ്വാദൻ ടിപ്പണി വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സെറ്റ് ആക്കാം. യെസ്, അപ്പോൾ നോക്കിക്കണം. അപ്പോൾ ആസ്വാദൻ ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ആ കവിതയുടെ പേരും ആ കവിത എഴുതിയ ആളുടെ പേരും നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം കവിതയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാൻ. ഓക്കെ, यस, आप नोकिकोलो हिंदी तर प्रदेशों की हिंदी साहित्यकारों में प्रमुख है डॉक्टर जे बाबू. सपने का भी हक नहीं आपकी प्रसिद्ध कविता है जिसमें एक गरीब मजदूर इनका चित्र खींचने का प्रयास की गई है. ओके, അപ്പോൾ ആരാണ്? ഡോക്ടർ ജെ ബാബുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് ഏത്? സപ്നെ കാ ഭി ഹക്ക് നഹീം എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് കവി നമ്മളോട് പറയുന്നത്? യെസ്, ഒരു ഗരീബി ആയിട്ടുള്ള ഒരു തൊഴിലാളിയുടെ സ്വപ്നത്തെക്കുറിച്ചും അതുപോലെ ജീവിതത്തിൽ ആ ഒരു കാഠിന്യങ്ങളെ കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കട എന്താണ് ഈ ചാപ്റ്ററിൽ ഈ ഒരു കവിതയിൽ നമ്മളോട് പറയുന്നത്? ഗരീബി മസ്ദൂറിൻ അപ്നെ ബച്ചോं के साथ അല്ലെ, ഒരു ഗരീബി ആയിട്ടുള്ള തൊഴിലാളി എന്താ അവരുടെ മക്കളുടെ കൂടെ എന്താണ് ഏക കമറേ വാലി ചോപ്പടി മേം രഹത്തെ ഹെ, ഒരു ഒറ്റമുറി മാത്രമുള്ള ഒരു കുടിലിലാണ് താമസിക്കുന്നത്. ഓക്കെ, രാത്രിയിൽ ബച്ചോं के കുട്ടികൾ സോ ജാനെ पर ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വഹ് അപ്നെ मन रूबी दीवार पर एक विशाल घर का चित्र खींचती है. അപ്പോൾ രാത്രിയിൽ കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം എന്താണ് അവളുടെ മനസ്സാകുന്ന ഒരു ചുമരിൽ അവൾ എന്ത് ചെയ്യാണ്? യെസ്, ഒരു വലിയ ചിത്രം വരയ്ക്കാണ്. എന്താ? ഒരു വലിയ വീട്, അവളുടെ സ്വപ്ന ഭവൻ അല്ലേ? യെസ്, നോക്കിക്കേ, ഉസ്കാ സ്വപ്ന ഭവൻ താ, അവളുടെ വീട്ടിൽ എന്താ, അവളുടെ മനസ്സിൽ എന്ത് ചെയ്യാണ്, അവളൊരു സ്വപ്ന ഭവനം നിർമ്മിക്കുകയാണ്, അവൾ സ്വപ്നം കാണാണ്. യെസ്, घर में भोजन गाने के लिए और सोने के लिए अलग अलग कमरे में, ഒരൊറ്റ മുറിയുള്ള കുടിലാണ് അവൾ താമസിക്കുന്നത്. അതുകൊണ്ട് അവളുടെ സ്വപ്നത്തിലെ വീട്ടിൽ എന്താണ്? യെസ്, ഉറങ്ങാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ എന്താ വേറെ വേറെ സെപ്പറേറ്റ് റൂമുകളുണ്ട്. रसोई बैठक ने निकट है, पूजा का कमरा ऊपरी मंजिल में रख दिए. അപ്പോൾ എന്താണ്, അതുപോലെ കിച്ചണ്, പൂജാമുറി, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു വലിയ വീട് അല്ലേ? അതുപോലെ കോൺക്രീറ്റ് की छत की नीचे पीले रंग के दीवारों के मध्य में खिड़की दरवाजे रख दिए അല്ലേ? അപ്പോൾ കോൺക്രീറ്റ് കൊണ്ടുള്ള എന്താണ്, യെസ്, മേൽക്കൂരയുണ്ട്, ടെറസ് ഉണ്ട്. അതുപോലെ എന്താ പറയുന്നത്? യെസ്, അത് മഞ്ഞ കളറുള്ള ഒരു ചുമരുകളാണ് അവരുടെ സ്വപ്നത്തിലുള്ള ഭവനത്തിലുള്ളത്. അതുപോലെ എന്താ പറയുന്നത്? യെസ്, ജനലുകളും വാതിലുകളും ഒക്കെയുള്ള ഒരു അടിപൊളി വീട്. സംഗമർമർ ചമക്നെ വാലി ജമീൻ പർ മേസ് കുർസിയാം രഖ് ദിയേ അല്ലേ? എന്താണ്, മാർബിൾ കൊണ്ട് വിരിച്ചിട്ടുള്ള ആ ഒരു അടിപൊളി ഫ്ലോറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, മേശകളും കസേരകളൊക്കെ ഇട്ട് അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ടി വി, ഹോം തിയേറ്റർ ആദി बैठक की शोभा बढ़ाते हैं. ग्रेनाइट की चमकने वाले रसोई में फ्रिज देन മൈക്രോവേവ് ആദി രഖ്നെ പർ ശോഭ ഓർ ബഡ്തേ ഹെ അല്ലേ? അപ്പോൾ അതുപോലെ ടി വിയും ഹോം തിയേറ്റർ കാര്യങ്ങളും അതുപോലെ എന്താ പറയുന്നത്, കിച്ചണിൽ ആ ഗ്രാനൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ എന്താ ആ ഫ്രിഡ്ജും മൈക്രോവേവ് ഒക്കെ വെച്ച് അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്താ സംഭവിക്കുന്നത്? നോക്കിക്കേ, മസ്ഹരി की सुरक्षा में सूरज की धूप फैलने तक वह सो पड़ी. जग उड़ाने के पूर्व ही उसने बैंक का नोटिस देखा, देन जो एकदम की है, इसलिए सपना देखना भी उसके लिए डरवाना बन जाते हैं. അങ്ങനെ അവൾ ആ സ്വപ്നത്തിൽ ഇങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം ഉണരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്? യെസ്, അവളിലേക്ക് എന്ത് എത്തിപ്പെടാണ്? ഒരു ബാങ്ക് നോട്ടീസ്, ഒരു ജപ്തി നോട്ടീസ് അല്ലേ? അപ്പോൾ അതായത് അവളുടെ സ്വപ്നത്തിൽ വരെ എന്ത് ചെയ്യാണ്? അവളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാനോ അവളുടെ ആഗ്രഹങ്ങൾ സ്വപ്നത്തിലെങ്കിലും എന്താണ് ഒന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ എന്ത് ചെയ്യുന്നില്ല, അവൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സപ്നെ കാ ഭി ഹക്ക് നഹീ ഏക് കഠോർ സത്യ കാ ദൻ पर्दाफाश करता है कि उस मजदूर जैसे गरीब लोगों के सपने देखने का भी अधिकार नहीं है. യെസ്, അപ്പോൾ എന്താ ഇതിലെന്താണ്, ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്ന് പറഞ്ഞ ആ ഒരു സത്യത്തെ, യാഥാർത്ഥ്യത്തെയാണ് എന്താ ഈ കവിതയിലൂടെ നമ്മുടെ ഡോക്ടർ ജെ ബാബു നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യെസ്, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ സപ്നെ കാ ഭി ഹക്ക് നഹീ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിന്റെ ആസ്വാദൻ ടിപ്പണി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതങ്ങ് സെറ്റ് ആക്കിക്കോ. യെസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. യെസ്, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.